പ്രിയരെ, നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുദേശി അദ്ദേഹം എഴുതിയ അനുഗ്രഹീതമായ പാട്ടുകൾ നമുക്കെല്ലാവർക്കും സന്തോഷവും ഉത്തേജനവും നൽകുന്നതാണ്. എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. സംഘത്തിൻ്റെ ട്യൂണൊന്നും വേണ്ട, അച്ഛനങ്ങ് തുടങ്ങിയാൽ മതി. തോമസ് മാത്യു അച്ഛൻ, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്ത്. രണ്ട് ലൈൻ മതി. ഞാൻ തുടങ്ങിയാൽ തെറ്റാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പ്രാവീണ്യമുള്ളവരോട് പറയുന്നത്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഒരു പ്രാവശ്യം കൂടി. എൻ്റെ സമ്പത്തെന്നു വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ഇന്നത്തെ നമ്മുടെ പ്രധാന പ്രഭാഷണം നടത്തുന്ന നമ്മുടെ സഭയുടെ സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ, സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി PC ജെയിംസ് അച്ഛൻ, ട്രഷറർ ശ്രീ കോരിത്, ഭദ്രാസന സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ സെക്രട്ടറി, ചുമതലക്കാർ, സന്നിഹിതരായിരിക്കുന്ന ഏവരുമേ, ഗായ സംഘത്തിൻ്റെ അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളങ്ങ് ദൂരെ ഇരിക്കുന്നത് കൊണ്ട് കാണാനും കേൾക്കാനും പറയാനും ഒക്കെ പ്രയാസമാണ്. എങ്കിലും നിങ്ങൾ ഇത്രയും ആളുകൾ വന്നതിൽ അതിയായി സന്തോഷിക്കുന്നു എന്ന് പറയുന്നില്ല. അങ്ങനെ സന്തോഷിക്കത്തക്കോണമുള്ള ആളുകളില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ അടുത്ത ആണ്ടിൽ ജോലിക്ക് പോകാത്ത എല്ലാ ആളുകളും വരുന്നതിന് ഇന്ന് വരാത്തവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കേൾക്കാമോ? പറയും ഒന്നും കേൾക്കുകയല്ല. കേൾക്കാം. നിങ്ങളെ ശബ്ദം ഉയർത്തി വർത്തമാനം പറയണം. യു ആർ പെർമിറ്റഡ് ടു സ്പീക്ക്. ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. ആദ്യത്തെ ചോദ്യം, എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ല ഒന്നും, യേശു മാത്രം സമ്പത്ത് എന്ന് നമ്മൾ പാടിയ പാട്ട് നമ്മളുമായി വല്ല ബന്ധമുണ്ടോ? നമ്മുടെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി പഠിപ്പിച്ച പാട്ടാണ്. എൻ്റെ കണ്ണാടി എന്നുണ്ട് ഭദ്രാസന ട്രഷറർ ഗ്ലെയർ ഉള്ളതുകൊണ്ട് കാണാൻ. ഈ പാടുന്ന പാട്ടും നമ്മളുമായിട്ട് അകല കൂടുതലാണോ അങ്ങ് അകലം കുറവാണോ, അതും നമ്മൾ ഒന്നായിരിക്കുകയാണോ? എന്താ ഒരു അഭിപ്രായം? ഒരാളോട് മാത്രം ചോദിക്കുന്നത് ശരിയല്ല, അത് വളരെ പേഴ്സണലായിട്ട് പോകും. അല്ല, പൊതുവേ നിങ്ങളുടെ അഭിപ്രായം അകല കൂടുതലാണ്, അതാരാ പറയും? ഈ ബോധമാണ് നമ്മുടെ രക്ഷയുടെ ഒന്നാമത്തെ അടിസ്ഥാനം. നമ്മളൊരു കാപട്യത്തിൻ്റെ ആത്മീയതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പാടുന്നതും നമ്മൾ പറയുന്നതും ഒന്നും തമ്മിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, കാര്യമായ ബന്ധം ഇല്ല. മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിക്ഷേപം മുഴുവൻ. നല്ല പാട്ടാണോ? അല്ലയോ? എന്തെങ്കിലും ഒന്ന് സഹായിക്കുക. നല്ല പാട്ടാണ്. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ, സ്ത്രീകളോട് ചോദിക്കാത്ത ഈ വസ്തുവിൻ്റെ മേൽ അധികാരമുള്ളത് പുരുഷന്മാരാണല്ലോ, മനസ്സിലായോ? മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിക്ഷേപം മുഴുവൻ. അങ്ങനെ ധൈര്യമായിട്ട് എഴുന്നേൽക്കാൻ ശക്തിയുള്ള, 1 ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ള ആരെങ്കിലും ഒരാളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. അദ്ദേഹത്തെ കണ്ടിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇന്ന് പോകാമല്ലോ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആർ വി സീരിയസ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്? നമ്മൾ ഈ പറയുന്നത് ഒക്കെ നമ്മൾ ഗൗരവമായി കാണുന്നുണ്ടോ? നമ്മൾ ഈ പാടുന്നതും പറയുന്നതും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നമ്മൾ എന്നുള്ളത് കൊണ്ടാണ്, മനസ്സിലായോ? ഇതില്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതും
ആ പറയുന്നത് ജീവിക്കുന്നത് ഒന്നായിത്തീരുമ്പോൾ മാത്രമാണ്. സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ എന്നല്ല, എല്ലാ സംഘടനയുടെയും സഭയുടെയും ആത്യന്തികമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഈ നമ്മൾ ക്രിസ്തുവിൽ നാമും ക്രിസ്തു ഒന്നായിത്തീരുന്ന ഒരു സ്ഥിതി ഉണ്ടാണ്. അപ്പോഴാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ക്രിസ്തു എന്നിൽ വളരുന്നു, ക്രിസ്തു എന്നിൽ പ്രവർത്തിക്കുന്നു, എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നു. ഈ ഒരു വളർച്ചയാണ് നമുക്ക് സാധിക്കേണ്ടുന്നത്. ഇന്ന് രാവിലത്തെ ബൈബിൾ സ്റ്റഡിയുടെ സമയത്ത് നമ്മൾ പറഞ്ഞു, യേശു കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. അത് കൃത്യമായി അടുപ്പിച്ച് പറഞ്ഞിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പർവ്വത പ്രസംഗമാണ്. പർവ്വത പ്രസംഗം അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായം. അതങ്ങോട്ട് തുടങ്ങുമ്പോൾ യേശു പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവിടെ ഇരുന്നു. ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരെ പഠിപ്പിച്ചതെന്തെന്നാൽ, അല്ലെങ്കിൽ പറഞ്ഞതെന്തെന്നാൽ, അത് അവസാനിക്കുമ്പോൾ 7-ാം അധ്യായം അവസാനിക്കും. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ വീട് പണിത മനുഷ്യനോട് തുല്യം. യേശു പറഞ്ഞു, അവസാനിപ്പിച്ചപ്പോൾ, പ്രസംഗം തുടങ്ങി അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇത് കേട്ട് ചെയ്യുന്നവൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീ ജനങ്ങളോട്, നിങ്ങളുടെ ചുമ്മാ അങ്ങ് വർത്തമാനം പറഞ്ഞാൽ മതി, ഇന്ന് മാനസാന്തരപ്പെടാനൊന്നും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉത്തരം അങ്ങ് പറഞ്ഞ, നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ ഇന്ന് പള്ളിയിൽ പോയി ഈ കേട്ട വചനമനുസരിച്ച് ജീവിച്ചേ അടങ്ങൂ എന്നുള്ള ആവേശത്തിലാണോ തിരിച്ചു പോകുന്നത്? പള്ളിയിൽ ചെന്നു, കുർബാന ചിലർ പറയുന്നു കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് കുർബാനയും കൊണ്ടേച്ച് പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ സത്യമായും നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ യേശു പറഞ്ഞതുപോലെ കേട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം കുറച്ചുകൂടി നന്നാവുമോ ഇല്ലയോ? നിങ്ങൾ എന്നെ ഇങ്ങനെ നന്നാവും. അപ്പോൾ ഈ നന്നാകാതെ പോകുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ കയ്യിലാണോ നമ്മുടെ കയ്യിലാണോ? ആ രണ്ടാമത്തെ ലൈനിൽ ഒന്നാമതിരിക്കുന്ന സ്ത്രീരത്നം, ഇതാരുടെ കുഴപ്പമാണ്? ദൈവത്തിൻ്റെതാണോ നമ്മുടെയാണോ? നമ്മുടേതെന്ന് പറയുന്നതും ശരിയല്ല, എൻ്റെ കുഴപ്പമാണ് എന്ന് ഓരോരുത്തരും പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൺവെൻഷൻ പ്രസംഗത്തിൽ പ്രസംഗിക്കാൻ വന്ന അച്ഛൻ പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി തോന്നി. ഒന്നാമത് സന്തോഷത്തിൻ്റെ കാരണം അത് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് തിരുമേനിയോടുള്ള സ്നേഹ ബഹുമാനമുണ്ട്. ഒരു മാരാമൺ കൺവെൻഷനിൽ വൈകുന്നേരത്തെ പ്രസംഗം ക്രിസോസ്റ്റം തിരുമേനിയാണ്. കേട്ടിട്ടില്ലേ ക്രിസോസ്റ്റം തിരുമേനി? അതുപോലും കേൾക്കാത്ത ഓരോ മാർത്തോമാക്കാരൻ ദൂചേട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മഴ നന്നായി പെയ്തായിരുന്നു. ചെറിയ ചെറിയ തുള്ളിവെള്ളം ഈ ഓലയിലൂടെ താഴോട്ട് വീഴുന്നതാണ്. അപ്പോൾ ആളുകൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ടിരിക്കും. അപ്പോൾ തിരുമേനി പറഞ്ഞു, യോഗം ആരംഭിക്കാൻ പോവുകയാണ്, പാട്ടുമെല്ലാം കഴിഞ്ഞല്ലോ, എല്ലാവരും എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേറ്റു. മുമ്പോട്ട് വരാം. കുറേ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് അനുസരണം കുറച്ചുകൂടി കൂടുതലായിരുന്നതുകൊണ്ടും എല്ലാവരും മുമ്പോട്ട് പോകാം. ഇനിയും വലിയ കുഴപ്പമില്ലാത്തിടത്തോട്ട് ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മുമ്പിലായിട്ടിരുന്നു. തിരുമേനി പറഞ്ഞു, കൺവെൻഷൻ അവസാനിച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ ബുദ്ധിമുട്ടി മഴയത്ത് വന്ന ജനത്തോടാണ് പറയുന്നത്, കൺവെൻഷൻ അവസാനിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ചില പ്രായമുള്ളവർക്കുണ്ട്, തിരുവേനി ഇങ്ങനെ പറഞ്ഞാലും എന്തെങ്കിലും 2 വാക്ക് പറയാതെ വിടത്തില്ല എന്ന് കണ്ടു. കൺവെൻഷൻ്റെ എന്നിട്ട് തിരുവേനി പറഞ്ഞു, കൺവെൻഷൻ്റെ ഉദ്ദേശം ഇതാണ്: ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, ഇരിക്കേണ്ടടുത്ത് വന്ന് ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ഓരോ കൺവെൻഷനിലും സംഭവിക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യം ഇതാണ്. ഇരിക്കുന്നിടത്ത് നിന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനല്ലല്ലോ. നമ്മളുടെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ നിന്ന്, ഇന്നത്തെ ദൈവബോധത്തിൽ നിന്ന്, ഇന്നത്തെ നമ്മുടെ മാനസികമായ ചിന്തകളിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റ് നമ്മൾ ഇരിക്കേണ്ടുന്ന ഇടത്ത് ഇരിക്കാതെ നമ്മൾ ഈ പറയുന്നത് കൊണ്ടൊന്നും കാര്യമായ യാതൊരു ഗുണവുമില്ല. ഗുണമില്ല എന്നുള്ള പദമൊന്നും ശരിയായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എനിക്ക് അധ്യക്ഷ പ്രസംഗത്തിൽ ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷം, അച്ഛന്മാരിൽ ഉൾപ്പെടെ ചിലർ ഉറങ്ങുന്നുണ്ട്, നിങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കും. കുറച്ച് നേരത്തേക്ക് ഒന്ന് ഉണർന്നിരിക്കുന്നത് നല്ലതാണ്.
ഓരോ മാർത്തോമാക്കാരനും എന്താണ് എബ്രഹാം മാർത്തോമ പഠിപ്പിച്ചത്? ഓരോ സുവിശേഷം. ആ അടിസ്ഥാന പ്രമാണം നിലനിർത്തിക്കൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഓരോ മാർത്തോമാക്കാരനും ഒരു നല്ല ശമരിയാക്കാരനായി തീരണം. ഇതാണ് പ്രധാനം. അപ്പോൾ ആ ശമരിയാക്കാരൻ്റെ ആ ഭാഗത്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ഭാഗ്യസ്മരണാർഹനായ ഓസ്താത്യോസ് തിരുമേനി ആ ഭാഗത്തിന് നല്ല 2-3 പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യമേ ഈ വീണ് കിടക്കുന്നവനെ കണ്ടത് ആരാണ്? നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഇല്ലയോ? ഉറച്ച് പറയണം. പുരോഹിതൻ, പിന്നെ വന്നത് ലേവ്യൻ, പിന്നെ വന്നത് ശമരിയാക്കാരൻ. ഇവരെല്ലാം നല്ല മനുഷ്യരാണ്. അച്ഛൻ വന്നത് കുർബാന എല്ലാം വേഗത്തിൽ പോവുകയാണ്, അതൊന്നും നിൽക്കാൻ ഒക്കത്തില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന 3 വാക്കുകൾ: മാഫിയ, സോഫിയ, ഗ്ലോറിയ. മാഫിയ എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കുന്നതല്ല. ഇപ്പം ഈ കള്ളനോട് കാണിച്ചത് എന്താണ്? കള്ളനെ ആദ്യം ഒരുത്തൻ കൈ സൂപ്പാക്കി അവിടെ ഇട്ടേക്കുകയാണ്. കള്ളൻ ഈ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ വാക്കുകൾ വരുന്നത്. കള്ളൻ പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്നതെല്ലാം എൻ്റേതാണ്. നിന്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ പോക്കറ്റിൽ വരുമ്പോൾ ഞാൻ സമർത്ഥനാകും, മിടുക്കനാകും, സാമ്പത്തിക ശേഷിയുള്ളവനാകും. ഇതിനാണ് മാഫിയ എന്ന് പറയുന്നത്. നമ്മുടെ ദൈവസങ്കല്പവും ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായിട്ടാണോ നമ്മൾ കാണുന്നത്? അതോ ദൈവം നമ്മുടെ കയ്യിലെല്ലാം അങ്ങോട്ട് കൊടുക്കാനായിട്ട് പറയുന്ന ഒരു സ്രോതസ്സായിട്ടാണോ കാണുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എൻ്റെ പേരിൽ നിങ്ങൾ ഉറച്ച് വർത്താനം പറയാം. ഒന്നുമില്ല, ഒരു അവസരം കിട്ടിയതല്ലേ, ഇങ്ങനെ ഉറങ്ങി ഇരിക്കട്ടെ. ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാൻ ആത്മീയത തത്രപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ കൂടെ കൂടിയാൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സ്പിരിച്വാലിറ്റി, ഇറ്റ് ഈസ് എ മാഫിയ കോൺസെപ്റ്റ്. ഇവിടുത്തെ മാഫിയ എല്ലാം അതാണല്ലോ. അവൻ്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് അടിച്ചു മാറ്റണം. അതിനവർക്ക് അതിനുള്ള ടൂൾസ് ഉണ്ട്, അതിനുള്ള സംഘം അവർക്കുണ്ട്. അത് നമുക്ക് സാധിക്കാം. ദൈവത്തെ നമ്മളുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാൻ ഉള്ള ശ്രമമെന്ന് പറയുന്നത് ക്രിസ്തീയമല്ല. യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ആരെങ്കിലും ഒരാൾ ധനികനായതായി നമുക്കറിയാമോ? ധനികനെന്ന് ഞാൻ പറയുമ്പോൾ സാമ്പത്തിക കാര്യം മാത്രമല്ല. യേശുവിൻ്റെ പുറകെ തിരിച്ച, അല്ലെങ്കിൽ യേശുവിനെ കണ്ടു. ഇപ്പം സക്കായിയുടെ ഇതെടുക്കുക. സക്കായി ധനികനായോ? ഉള്ളത് പോയോ? സക്കായി എന്നെ ഭൂതത്തെ നോക്കുന്നവർ നോക്കുക, ആദ്യം കേൾക്കുന്ന മട്ടില്ല. മനസ്സിലായോ? ദൈവജനമേ, ഇതൊക്കെ ഗൗരവമായിട്ട് എടുക്കണം. ചുമ്മാ സൂത്രപ്പണിയിൽ ഇരുന്നാൽ ഒക്കുകയല്ല. അവൻ തൻ്റെ കയ്യിലുള്ളതെല്ലാം നൽകേണ്ടി വന്നു. അവൻ്റെ കയ്യിലിരുന്നത് എന്താണ്? ഒരുപാട് സമ്പത്തുള്ളത് കൊണ്ട് ഓരോരുത്തരും പണത്തിന് വരും, അതിൻ്റെ പണം കൊടുക്കും, ഇതെല്ലാം വാങ്ങി അവർ പോകുന്നു. ഒരുപാട് ആളുകളെ വഴിയാധാരമാക്കുന്ന ആധാരമെല്ലാം പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ട്. മറ്റൊരുത്തൻ്റെ കയ്യിലിരിക്കുന്ന ആധാരം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവനെ വഴിയാധാരമാക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് ആത്മീയത. അവൻ വഴിയാധാരമായാലും എൻ്റെ വീട്ടിൽ അവൻ്റെ ആധാരവും അനുബന്ധമായ നന്മയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതൊന്നും ദൈവികമല്ല. അതുകൊണ്ട് സത്യസന്ധമായി ഞാൻ ഈ പറയുന്നതൊന്നും എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, ആരും വിഴുങ്ങണ്ട. പക്ഷെ സത്യമായി നമ്മൾ നോക്കുക. ആത്മീയതയുടെ പേര് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒന്നും ജീവിക്കാൻ ഒക്കുകയില്ല. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ അവൻ എടുത്തുകൊണ്ട് വരുന്നത് എന്താണ്? തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട്. അതുകൊണ്ട് തുറന്ന ഒരു സമീപനം ആത്മീയതയെക്കുറിച്ച് വേണം. ഇനി അതാ അടുത്തതിനെക്കുറിച്ച് പറയുന്നു, ഈ സോഫിയ. ആ സോഫിയ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനും ഈ പുരോഹിതനും ഒക്കെയാണ്, പിന്നെ ഈ ദേവിനും ഒക്കെയാണ്. നിൻ്റെ കാര്യം നീ നോക്കിക്കോ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്ക് നീയുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, നിന്നെ ഞാൻ ഉപദ്രവിക്കാൻ പോകുന്നില്ല, നിൻ്റെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കാൻ പോകുന്നില്ല. അങ്ങനെ കുറേ പരിശുദ്ധന്മാർ ഇതുണ്ട്. അത് ഈ മെത്രാൻ്റെ കൂട്ടത്തിലും അച്ഛന്മാരുടെ കൂട്ടത്തിലും എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്. അതായത് എനിക്ക് നിന്നോടൊന്നും, നിൻ്റെ ഒരു കാശും എനിക്ക് വേണ്ടതാനും എൻ്റെതൊന്നും പ്രതീക്ഷിക്കുക വരുത്. ഈ കാവട്യത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ആദ്യത്തേത്. പിന്നെയും സഹിക്കാമെന്ന എൻ്റെ വിചാരം. കുറച്ച് പേരെയുള്ളൂ ഈ മാഫിയ സംഘത്തിൻ്റെ അംഗങ്ങൾ.
ഈ സോഫിയ സംഘത്തിൻ്റെ അംഗങ്ങളാണ് കൂടുതൽ. ഞാൻ ഇതെല്ലാം ദൈവം എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് ഇതിലൊന്നും കണ്ണു വെക്കരുത്. എന്നെക്കൊണ്ട് നിനക്കൊരു ദോഷവും ഉണ്ടാകത്തില്ല, നിന്റെ സഹായം എനിക്ക് വേണ്ട. അവർക്ക് ഉള്ളത് ദൈവരാജ്യമല്ല, അവർക്കുള്ളത് ദൈവം ദുഃഖിക്കുന്ന രാജ്യമാണ്. എന്നാൽ അവിടെയാണ് ഈ ശമരിയക്കാരൻ വന്നത്. അതിനാണ് ഗ്ലോറിയ, ദൈവികമായ കാര്യം. നിനക്കൊന്നുമില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, എനിക്കുള്ളതെല്ലാം എടാ നിൻ്റേതാണ് എന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന ദൈവനെ എനിക്കൊരൊറ്റ ചോദ്യമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ളൂ. നമ്മുടെ അയൽവക്കക്കാരോട്, നമ്മുടെ പള്ളിയിലുള്ള ബുദ്ധിമുട്ടുന്നവരോട്, എടോ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, നിൻ്റെ കൊച്ചിൻ്റെ പഠിത്തത്തെക്കുറിച്ച് നീ ബേജാറാകണ്ട, അവളെ +2 എല്ലാത്തിനും ജയിക്കാൻ പറ, നമുക്ക് അവളെ നേഴ്സിങ്ങിന് വിടാം എന്ന് പറയുന്ന സ്വരം ഒരു നല്ല സ്വരമാണോ? ഇത് നമുക്ക് പറയാനൊക്കാതെ ഈ മാഫിയ സോഫിയ രീതിയിൽ നമ്മൾ പോയാൽ അപകടകരമായ ഒരു സ്ഥിതിയാണ്. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു, ഓരോ മാർത്തോമാക്കാരനും ഒരു എന്താണെന്നാ പറഞ്ഞത്, ഒരു നല്ല ശമരിയക്കാരൻ. സുവിശേഷം പറയുന്നത് നിർത്താം, നല്ല ആശയം എടുക്കാവൂ. ഇനി അല്ലെങ്കിൽ ഇനി ഈ ഭാഗം മാത്രം അടിച്ചുകൊണ്ട് പോയിട്ട് എന്നെ വിഷമിപ്പിക്കരുത്. സുവിശേഷം പറയുന്നത് നിർത്താം, സുവിശേഷം ജീവിക്കാൻ തുടങ്ങാം. ഓരോ മാർത്തോമാക്കാരനും കഴിഞ്ഞ വർഷങ്ങളായി നല്ല സുവിശേഷകരാണ്. അതവിടെ അതിനകത്തൊരു കോമ ഇടുക. നമുക്ക് നല്ല സുവിശേഷമായി സ്ത്രീകൾ, സുവിശേഷമായി നിങ്ങൾക്ക് എന്നെ കാണാമോ? അല്ല, എനിക്ക് അങ്ങോട്ട് നോക്കി ഈ ലൈറ്റിൻ്റെ പ്രശ്നമുള്ളത് ശരിക്കും കാണത്തില്ല മുഖം. കാണാമോ എന്നെ? കാണാം. ഓരോ മാർത്തോമാക്കാരനും എന്നാ ഒരു നല്ല സുവിശേഷകൻ. അതിൻ്റെ ബാക്കി എന്നാ പറഞ്ഞത്? ഓരോ മാർത്തോമാക്കാരനും ഒരു നല്ല ശമരിയക്കാരൻ. അങ്ങനെ നല്ല ശമരിയക്കാരായി തീർന്നാൽ, ഈ നല്ല ശമരിയക്കാരൻ എന്നുള്ള പദം, നല്ലത് എന്നുള്ളത് അയാൾ ജനിച്ചപ്പോഴേ സ്വയം അയാൾ അങ്ങ് ചേർത്തതാണോ, നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തതാണോ? ഈ നല്ലതെന്നുള്ള ആഡ്ജക്റ്റീവ് അയാൾ സ്വയം ചേർത്തതാണോ, നമ്മൾ കൊടുത്തതാണോ? ആ രണ്ടാമതിരിക്കുന്നയാൾ ഈ നല്ലതെന്ന് പറഞ്ഞത് ആരാണ്? അയാൾ സ്വയമാണോ, നമ്മൾ പറയുകയാണോ? നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ആ രണ്ടാമത്തെ വേറെ ഒരു ആശയത്തിനാണ്. രണ്ടാമത്തെ പേരെന്ന് പറഞ്ഞാൽ വെള്ള ഷർട്ട് ആദ്യം ഇരിക്കുന്ന ആൾ, കുറച്ച് പേര് ഇരുന്നാൽ മതി. എന്നാ പറഞ്ഞ ഈപ്പൻ ഇല്ലേ? എന്നാ നിങ്ങളെല്ലാവരും കൂടെ പറയാം, ഒരാൾ പറഞ്ഞത് പീറ്റർ. പീറ്ററിനെ ദൈവനാമത്തിൽ നല്ല പീറ്ററായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും, അച്ഛന്മാരുൾപ്പെടെ ഓരോരുത്തരുടെയും പേര്, ഗായസംഘങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയുന്നു ദൈവനാമത്തിൽ. നിങ്ങളുടെ പേര് ഞാൻ പറയുന്നതായിട്ട് സ്വീകരിച്ച പീറ്ററെ, നീ നല്ല പീറ്ററാണ്, നല്ല ശമരിയക്കാരൻ. ഇവിടെ ഇരിക്കുന്ന സ്ത്രീജനങ്ങളെ, സുജ, നല്ല സുജ. ബിഷപ്പേ, നല്ല ബിഷപ്പ്. ഇതല്ലേ സ്നേഹിതരെ നമുക്ക് വേണ്ടുന്നത്? ഇതില്ലാതെ പത്രാസും കൊണ്ട് നടന്നാൽ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ കളിപ്പീരിലാണ്, വരും ലോകത്തിൽ നമ്മൾ കെണിയിലുമാകും. ഇത് മനസ്സിലാക്കുന്നതിന് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പ്രത്യേകം PhD എടുക്കണം. അതുകൊണ്ട് ഇങ്ങനെ നല്ലതെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിച്ച ആരെങ്കിലും ഞാൻ നല്ലതല്ല എന്ന്, ഇനി എനിക്ക് ആ നല്ലതെന്ന് കൂട്ടിച്ചേർക്കണ്ട എന്നുള്ളവർ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ കണ്ട് പ്രത്യേകം അനുവാദത്തോടു കൂടിയേ മടങ്ങിപ്പോകാവൂ. അങ്ങനെ സ്വീകരിച്ച് ആരും എന്നെ കാണാൻ വരണ്ട. ഞാൻ ആലോചിച്ചപ്പം അല്ലേലും വരികയില്ല, പിന്നെ ഇത് പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടുകൂടിയാണ്. ദൈവജനമേ, നമുക്ക് മഹാത്ഭുതങ്ങൾ ഈ ലോകത്തിൽ ചെയ്യാം. ഒരൊറ്റ നല്ല ശമരിയക്കാരനെയാണ് എപ്പോഴും നമ്മൾ കൂട്ടുപിടിക്കുന്നത്. യേശു പറഞ്ഞതെല്ലാം സംഗ്രഹിച്ച് അതിൻ്റെ സത്ത എടുത്തിട്ടുള്ള ഉപമയാണ് നല്ല ശമരിയക്കാരൻ്റെ. അവൻ്റെ എല്ലാ കഴിവുകളും, അവൻ്റെ പണവും, അവൻ്റെ വണ്ടിയും ഇതെല്ലാം ഉപയോഗിച്ചു. എന്ന് മാത്രമല്ല, ഉയർന്ന തലത്തിലെത്തുമ്പോൾ ഈ ശമരിയക്കാരൻ തൻ്റെ ഈ വാഹനത്തിൽ, അതൊരു ചെറിയ കഴുതയോ ആണ് അതിനൊക്കെ,
അപ്പോൾ അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വേണം എടുക്കാൻ. എടുത്ത് അങ്ങോട്ട് കയറ്റണ്ടേ? അവൻ പറഞ്ഞു, എൻ്റെ ഈ ശരീരം നിന്റെ ശരീരത്തെ രക്ഷിക്കാനാണ്. ഇതിനാണ് കുർബാന. ഇതാണ് കുർബാന, അല്ലാതെ സൂത്രപ്പണി പറയുന്നതല്ല. ദിസ് ഈസ് മൈ ബോഡി. ഐ ആം റെഡി ടു യൂസ് ദിസ് മൈ ബോഡി ഫോർ യുവർ ബ്ലെസ്സിങ് ആൻഡ് ഫോർ യുവർ ലൈഫ്. കുർബാനയുടെ ഈ അർത്ഥം നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ, നമ്മൾ പരസ്പരം കുർബാനയാകുമ്പോൾ, നമ്മുടെ ആയുസ് നുറുക്കപ്പെട്ട് യേശുവിൻ്റെ ശരീരത്തിനോട് നമ്മൾ അനുരൂപമാകും. നമ്മുടെ ഈ താഴ്ചയുള്ള ഈ ശരീരത്തെ ആരുടെ ശരീരത്തോട് അനുരൂപമാക്കും? ഇല്ലയോ ഈ പുസ്തകത്തിൽ? യേശുവിൻ്റെ ശരീരം. അങ്ങനെ യേശുവിൻ്റെ ശരീരമായി മാറി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യാശി, നല്ല ശമരിയാക്കാരനെ പോലെ, നല്ല പീറ്ററായി, നല്ല മറിയാമ്മയായി, നല്ല യോഹന്നാനായി, നല്ല രാജുവായി ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യവുമില്ല. ദൈവം അതിനെ കാത്തിരിക്കുക. ചുമ്മാ ആവശ്യമില്ലാതെ പ്രാർത്ഥിച്ചൊന്നും കൂട്ടേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് ഓൾവേസ് വെയിറ്റിംഗ്. ആരെങ്കിലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടിയാൽ, വാതിൽ തുറന്നാൽ, ഐ എം റെഡി ടു കം ഇൻ. ഞാൻ നിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും, നീ എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും. നമ്മൾ കുർബാനയാണ്. ദൈവമേ അതിനെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ പാടാം, ജസ്റ്റ് വൺ സ്റ്റാൻസ്. അതിനുശേഷം ശ്രീമതി ലീലാമ്മ തോമസ് പാഠം വായിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ ഇന്നത്തെ നമ്മുടെ പ്രധാന പ്രഭാഷണം നടത്തുന്നതുമായി. കൺവെൻഷൻ ഗീതങ്ങളിൽ 55